ഈ വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വലിയൊരു ദൗത്യം എന്നുള്ള നിലയിൽ ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വിജയം ഇന്നുള്ളതിൽ നിന്ന് മികച്ചതാക്കി മാറ്റുന്നതിനും CPIയുടെ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ട ഒരുക്കങ്ങളിലാണ് ഞങ്ങൾ. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഭരണം വീണ്ടും തുടരുന്നതിനാവശ്യമായ വിധത്തിൽ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ദൗത്യവും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളുമായി സൗഹൃദം പങ്കുവയ്ക്കാൻ അവസരമുണ്ടാക്കിയ പ്രസ് ക്ലബിന്റെ ഭാരവാഹികളെ പ്രത്യേകം നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ ട്രേഡ് യൂണിയൻ പ്രവർത്തകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടിയുടെ ഈ ജില്ലാ സെക്രട്ടറി എന്ന പദവി ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങളുമായിട്ടുള്ള ഒരാശയവിനിമയം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. ചോദ്യങ്ങൾക്കും ഞാൻ പ്രതികരിക്കാം. ആദ്യത്തെ ഒരു ചോദ്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തൃശൂർ മണ്ഡലം നഷ്ടപ്പെട്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സംസ്ഥാനത്ത് LDFനൊരു മണ്ഡലത്തിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. എല്ലാ മണ്ഡലങ്ങളിലും മികവുറ്റ സ്ഥാനാർത്ഥികളാണ് LDF മത്സരത്തിന് വിട്ടത്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയും മികച്ച ഭരണപാഠവുമുള്ള ജനകീയനായ സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ അതിന്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് BJPയുടെ വിജയം അത് മതനിരപേക്ഷ കക്ഷികൾ, ജനാധിപത്യ ശക്തികൾ, ഇടതുപക്ഷം ഒന്നും ആഗ്രഹിച്ച വിജയമല്ല. പക്ഷെ അത് പരിശോധിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ആരുടെ വോട്ടാണ് ചോർന്നത് എന്നുള്ളതിനെ കുറിച്ച്. 89,000 വോട്ടുകൾ UDFന് അന്ന് നഷ്ടമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ഉയർത്തിയിട്ടുള്ള ഒരു വിഷയം, തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് ഉൾപ്പെടെയുള്ള പാകപ്പിഴവുകൾ. അന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തന്നെ അന്ന് പരാതികളൊക്കെ കൊടുത്തതാണ്. മാത്രമല്ല BJP അന്ന് അന്വേഷണ ഏജൻസികളെ ED ഉൾപ്പെടെ രംഗത്തിറക്കി വലിയ പണക്കൊടുപ്പിലൂടെയാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും UDFന്റെ സ്ഥാനാർത്ഥിയും പരാജയപ്പെടുകയും BJPയുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. അതിലൊരു അവകാശവാദമല്ല, അതിനു മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ 16,000 വോട്ട് കൂടുതലായിട്ട് LDFന് കിട്ടി. അങ്ങനെ പറയുമ്പോൾ തോൽവി തന്നെയാണ്. ആ തോൽവി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഓരോ മേഖലകളിലും ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ പരിശോധിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് CPI ആയാലും LDF ആയാലും ആ കാര്യത്തിൽ ചെയ്യുന്നത്. പറയാതെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ LDFന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ അന്ന് പരാതി കൊടുത്തിരുന്നു. പക്ഷെ ആ പരാതിക്ക് പിന്നീട് പരിഹാരം ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പ്രശ്നത്തെ ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ലഘൂകരിക്കുന്നത് ആണല്ലോ ഇപ്പോ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണവും, ശരിക്കും പറഞ്ഞാൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ ആവശ്യമാണ്. സുപ്രീം കോടതിയുടെ ഇടപെടലൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു പ്രശ്നമാണത്. അപ്പോ അത് രാഹുൽ ഗാന്ധി ഉയർത്തിയ സ്ഥലങ്ങളിൽ മാത്രമല്ല, തൃശ്ശൂർ മണ്ഡലവും അതിൽ പെടുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു
ഈ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് ഫ്ലാറ്റുകളും മറ്റുള്ളതൊക്കെ വന്ന് ധാരാളം പുതിയ ആളുകളുടെ താമസക്കാർ വരുന്നുണ്ട്. അത്തരം ആളുകൾ മാറിയും മറിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പുതിയ വോട്ടർമാരുടെ കടന്നുവരവിനെ നമുക്ക് ആദ്യഘട്ടത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല. അതൊരു പുതിയൊരു അനുഭവമായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർമാരെ ചേർക്കുക എന്നുള്ളത് എല്ലാ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടപടിക്രമമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കാര്യത്തിൽ വോട്ടർമാരെ ചേർക്കുക എന്നുള്ള പ്രക്രിയയിൽ മാത്രമാണ് ഏർപ്പെട്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലാണ് ചില ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടത്. ആ ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭത്തിൽ വോട്ടർ പട്ടികയിൽ അവർ പേര് വന്നു കഴിഞ്ഞു. അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ആ സന്ദർഭത്തിൽ ചില പരാതികൾ കൊടുത്തു. അതോടൊപ്പം തന്നെ അതിന്റെ ഭീകരത പരിശോധിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെയാണ്. അതായത് CPI പല സന്ദർഭങ്ങളിലും പരാജയപ്പെടുകയും പല സന്ദർഭങ്ങളിലും വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. ഇവിടെ കാണുന്നത് ഞങ്ങൾ ഏറ്റവും ശത്രുതാപരമായി കാണുന്ന BJPയുടെ വിജയം തന്നെയാണ് നെഞ്ചിലേറ്റിയ മുറിവ് എന്ന് സംസ്ഥാന സെക്രട്ടറി ഉദ്ദേശിച്ചത്. ഞങ്ങൾ അതിനുശേഷം CPI എന്നുള്ള നിലയിൽ താഴെ അടിത്തട്ടിൽ വരെ പരിശോധന നടത്തുകയും ആ പരിശോധനയിലൂടെ കുറെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങളെല്ലാം തന്നെ പുറം സമൂഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒറ്റപ്പെട്ട കാരണങ്ങൾ കൊണ്ടല്ല പരാജയം സംഭവിക്കുന്നത്. അപ്പൊ അത് ഇനിയും കൂടുതൽ അന്വേഷണവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണത്. പക്ഷെ ഇതുവരെയും നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ ഒന്നും മനസ്സിലാക്കിയില്ല എന്ന അർത്ഥത്തിലല്ല നമ്മൾ അതിനെ കാണേണ്ടത്. നന്നായി തന്നെ പ്രവർത്തിച്ചു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഏതാണ് കോർപ്പറേഷന്റെ കാര്യത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചൊരു കാര്യം, ആഭ്യന്തര സംഘർഷം കൊണ്ടല്ല അത് സംഭവിച്ചത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം പറയുന്നോട്ടെ, CPIക്ക് അർഹതപ്പെട്ടതുപോലെ തന്നെ CPMന് മേയർ സ്ഥാനവും അർഹതപ്പെട്ടതായിരുന്നു. പക്ഷെ ഇവിടെ സ്വതന്ത്രന്മാരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഭരണം നടത്തുന്നത്. ആ സന്ദർഭത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടിവരും. അതൊരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാണ്. ആ തരത്തിലേ നമുക്ക് അതിനെ കാണാൻ കഴിയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർവദേശീയ, ദേശീയ, പ്രാദേശിക എല്ലാ കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉള്ള സ്വയം വിമർശനങ്ങളും ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് മന്ത്രിമാരാകാം, പാർട്ടി നേതാക്കന്മാരാവാം, സംഭവങ്ങളാകാം. അതൊക്കെ ഉണ്ടാകുന്നത് അതിൽ തീർച്ചയായിട്ടും അതിനെ ക്രോഡീകരിച്ച് തന്നെയാണ് തീരുമാനങ്ങളിലേക്ക് പോവുക. പാർട്ടിയുടെ വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമ്മേളനങ്ങളും ഓരോ ഘടകങ്ങളും അവരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഒരു വര വരച്ചിട്ട് ലക്ഷ്മണരേഖ വരച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതല്ല. ഈ കേരളത്തിന് പരിചയമില്ലാത്ത BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തിരിച്ചറിയുന്നതിന് CPI പരാജയപ്പെട്ടു. അങ്ങനെ പറയാൻ കഴിയില്ല. ഇന്ത്യ രാജ്യത്ത് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിൽ നിന്ന് നമുക്ക് പതിവിൻപടിയുള്ള പാതകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാലോ. സുപ്രീം കോടതി തന്നെ ഫണ്ടിന്റെ കാര്യത്തിൽ എടുത്ത തീരുമാനം, ആ തീരുമാനം തന്നെ അത് വിശദീകരിച്ചു വരുമ്പോ ആരാണ് ഫണ്ട് കൊടുക്കാത്തത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഭരണഘടനാവിരുദ്ധമായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള പണത്തിന്റെ കുത്തൊഴുക്ക് നടത്തി രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ, ജനാധിപത്യത്തെ മലീമസമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയുമ്പോൾ തന്നെയും പണക്കൊഴുപ്പില്ലാത്ത CPI പോലുള്ള ഒരു പാർട്ടിക്ക് അതിനെ പെട്ടെന്ന് മറികടക്കാൻ കഴിയില്ല. അടുത്ത തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ BJP കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുമെന്നുള്ള വലിയൊരു പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനവരെ കാണിക്കുന്നത് പല ഡിവിഷനിലും അവർക്ക് ലോക്സഭാ മണ്ഡലത്തിൽ ഇലക്ഷനിൽ കിട്ടിയ അപ്പർ ഹാൻഡ് ആയിരുന്നു. എങ്ങനെയാണ് താങ്കൾ അതിന്റെ ഒരു സാധ്യത? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും BJP അത് പറഞ്ഞിരുന്നു, കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്നും.
പക്ഷേ യാഥാർത്ഥ്യം BJPക്ക് ആ ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷത്തിന് കൂടുതൽ മികവുറ്റ വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നോക്കിക്കഴിഞ്ഞാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോകസഭാ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനു മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിനാണ് മുൻകൈ ഉണ്ടായിട്ടുള്ളത്. ആ മുൻകൈ ജനങ്ങൾ അത് വോട്ടായിട്ട് പ്രതിഫലിപ്പിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ, അതിലൂടെയുള്ള വികസന പ്രവർത്തനം നന്നായി നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയുന്നു എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ്. അതിനുശേഷം മനസ്സിലേക്ക് പോയത് അങ്ങനെ വാർത്ത പത്രത്തിൽ വരേണ്ട പരിഹരിക്കാമായിരുന്നില്ലേ? ഇല്ല, ഞാൻ മൂന്നിനെ കാണാൻ പോകുന്നത് അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് വീട്ടിൽ വന്നപ്പോ വീണ വിവരം അറിഞ്ഞിട്ടാണ്. മൂന്നൻ വളരെ ചെറുപ്രായത്തിൽ മുതൽ പാർട്ടിയുടെ പ്രവർത്തകനും വളരെ താഴെ തലത്തിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ആളും MLA ആയ ആളാണ്. അത് പറഞ്ഞിട്ടില്ല, ഞാനുണ്ടായിരുന്നത്, മാധ്യമങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ മറ്റുള്ളവരോട് പറയാറില്ല. പൊതുവെ പാർട്ടിയുടെ ആളുകളും അങ്ങനെ തന്നെയാണ്. സാധാരണ നിലയിൽ എന്താ നിങ്ങൾ പറയാ, നിങ്ങൾ ഉദ്ദേശിച്ചത് മാധ്യമ പ്രവർത്തകർ എന്താണ് പറയാ, ഇവരൊക്കെ ആർഭാട ജീവിതം നയിക്കുന്നവരാണ്. അതല്ല എന്നുള്ളതിന്റെ ഒരു തെളിവില് നിങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നത്. വലിയ വിഷയമുണ്ട്. ആ PA-യുടെ കാര്യത്തിൽ ആ PA വലിയ അഴിമതി കാണിച്ചു, വ്യാജ ഒപ്പിട്ട് പണം തട്ടി. പാർട്ടി അത് സംരക്ഷിക്കുകയാണ്. പാർട്ടിയുടെ നിലപാട് എന്താ കാര്യത്തിൽ? ഇല്ല, നിയമത്തിന്റെ വഴി കൂടെ പോകും. അത് തന്നെയാണ് പാർട്ടിയുടെ നയം. ഈ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തില് നമ്മുടെ ഈ തൃശ്ശൂർത്തെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും പുനഃപരിശോധന അങ്ങനത്തെ എന്തെങ്കിലും സംഘടനകളൊക്കെ പാർട്ടി എങ്ങനെയാണ്? രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അതൊരു ദേശീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതും പാർട്ടി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ അതിൽ തീരുമാനമെടുക്കേണ്ടതാണ്. ആ തീരുമാനത്തിനനുസരിച്ച് തൃശ്ശൂരത്തെ പാർട്ടിയിൽ പോകും. മേയറുടെ പ്രവർത്തനങ്ങളോടെല്ലാം വിയോജിപ്പുള്ളവരല്ല CPI. എന്നാൽ ചില കാര്യങ്ങളിൽ പെശകുകൾ സംഭവിച്ചപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചു. ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ചില നിലപാടുകളിൽ ഞങ്ങൾക്ക് ചില വിയോജിപ്പുകളുണ്ടായി. ആ വിയോജിപ്പ് അദ്ദേഹത്തിന്റെ ശ്രദ്ധപ്പെടുത്തി പൊതുസമൂഹത്തിന്റെ മുന്നിലും അത് കൊണ്ടുവരികയുണ്ടായി. തീർച്ചയായും അത് അങ്ങനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്, ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ചർച്ചയിൽ അദ്ദേഹവും ചില കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്തു, അല്ലാതെ അതൊരു ആവിയായി പോവുകയല്ല ചെയ്തത്. അത് അദ്ദേഹത്തോട് ഞാൻ അറിയുന്ന VS സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകനാണ്. പാർട്ടി പ്രവർത്തനത്തിൽ അദ്ദേഹം തൃപ്തനാണ്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ സുനിലിനോട് തന്നെ ചോദിക്കും. അതല്ല, ഞങ്ങളുടെ ഘടകങ്ങളിലാണ് ചർച്ച ചെയ്യുക. അദ്ദേഹം ഉള്ള ഘടകമുണ്ട്, ഇല്ലാത്ത ഘടകമുണ്ട്. ഘടകങ്ങളിലാണ് ചർച്ച ചെയ്യുക. അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പോകുമ്പോൾ അത് തീർച്ചയായും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയിൽ സുനിൽ അത് പൂർണ്ണമായും ഉൾക്കൊണ്ട് തന്നെയാണ് പോകുക. CPI-യുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐക്യപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ആ ഐക്യപ്പെട്ടു പോകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും പരസ്പരം തുറന്ന ചർച്ചകൾ ആവശ്യമായിട്ട് വരും. അത് പാർട്ടി സമ്മേളനങ്ങൾക്കകത്തും പാർട്ടി യോഗങ്ങൾക്കകത്തും നടത്തും. ഞങ്ങളങ്ങനെ ക്രിസ്ത്യൻ വോട്ട് മുസ്ലിം വോട്ടൊന്നും എന്ന് വേർതിരിക്കാറില്ല. പക്ഷെ മതനിരപേക്ഷ സമൂഹത്തിനെ ചാക്കിട്ട് പിടിക്കാൻ BJP നടത്തുന്ന ശ്രമമുണ്ട്. അതൊക്കെ എന്താണ് എന്നുള്ളത് ഇപ്പോ ആനുകാലികമായ സംഭവങ്ങളിലൂടെ തന്നെ തിരിച്ചറിയുന്നുണ്ട്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം സമൂഹം എന്നാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.